ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം ആദ്യം മുതൽ ഒന്നുകൂടെ തുടങ്ങേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായി എന്ന് വരും. പലർക്കും എല്ലാം ആദ്യം മുതൽ വീണ്ടും തുടങ്ങുക എന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. നഷ്ടങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം തുടക്കം മുതൽ തുടങ്ങിയേ പറ്റൂ. അവർ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടു എന്ന് വരും. അങ്ങനെയുള്ള എന്തെങ്കിലും എല്ലാം കൺമുന്നിൽ നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മളെല്ലാം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്ന അനുഭവമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ചെറിയ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമാണ്, ഒരു പ്രതിഭാസം. എല്ലാം നഷ്ടപ്പെട്ട് ആദ്യം മുതൽ വീണ്ടും തുടങ്ങിയ ഹാരി പോട്ടർ എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ ഇളക്കിമറിച്ച JK റൗളിംഗ് എന്ന വിഖ്യാത എഴുത്തുകാരുടെ കഥയാണ് ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്. 1990കളുടെ തുടക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു റൗളിംഗ്. കല്യാണം പരാജയപ്പെട്ടു, ഒരു ജോലിയില്ല, മകളോടൊപ്പം വീട്ടിലുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ജീവിതം തള്ളി നീക്കുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വല്ലാത്ത പെടാപ്പാട്. സർക്കാർ സഹായം ആശ്രയിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നത്. മനസ്സിലാകെ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, ഹാരി പോട്ടർ എന്ന പുസ്തകം എഴുതണം. കോഫി ഷോപ്പുകളിൽ ഇരുന്നും മകൾ ഉറങ്ങുന്ന സമയത്തും കഷ്ടപ്പെട്ട് ഈ റൗളിംഗ് ആ പുസ്തകം എഴുതി തീർത്തു. എന്നാൽ ഓരോ പ്രസാധകനെ സമീപിച്ചപ്പോഴും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറായില്ല. ഈ പുസ്തകം ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഓരോ പ്രസാധകനും പറഞ്ഞു വെച്ചു. വല്ലാത്ത നിരാശയായിരുന്നു. 12 പ്രസാധകരെയാണ് അവർ കണ്ടതും ഒക്കെ കൂട്ടമായിട്ട് ആ പുസ്തകം നിരസിച്ചു. അവർ പറഞ്ഞ കാരണങ്ങൾ പലതാണെങ്കിലും അവരുടെ ലക്ഷ്യമൊന്നു തന്നെയായിരുന്നു, ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ അവർ തയ്യാറല്ല. ഒടുവിൽ ബ്ലൂംസ്ബെറി എന്നൊരു ചെറിയ പ്രസാധകൻ ഈ പുസ്തകം ഏറ്റെടുത്തു. പിന്നീട് സംഭവിച്ച നിങ്ങൾക്കറിയാം, ചരിത്രമാണ്. ഹാരി പോട്ടർ ലോകത്ത് തന്നെ കീഴടക്കി. 500 മില്യൺ കോപ്പികൾ ഈ പുസ്തകം വിറ്റഴിച്ചു. JK റൗളിംഗ് ലോകത്തെ ഏറ്റവും ധനിക എഴുത്തുകാരിയായി. എവിടെ ചെന്നാലും ഹാരി പോട്ടർ മാത്രം സംസാര വിഷയം. അപ്പോൾ ഹാരി പോട്ടറിനെ നിരസിച്ച ആ 12 പ്രസാധകരുണ്ടല്ലോ, അവർ മനസ്സുകൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി. എല്ലാം ആദ്യം മുതലേ തുടങ്ങേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്കുണ്ടാകും. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതേസമയം മടി കൂടാതെ നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് എങ്ങനെ മടങ്ങിപ്പോകാം, അവിടെ നിന്ന് വീണ്ടും കാര്യങ്ങളെല്ലാം തുടങ്ങി വയ്ക്കാം എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ട് എന്താ കാര്യം? വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് മാത്രമായിരിക്കണം ചിന്ത. അവിടേക്ക് എത്താൻ നമുക്കുള്ള വഴികൾ എന്തൊക്കെയാണ്? പക്ഷെ ഒരിക്കലും കുറുക്കു വഴികൾ സ്വീകരിക്കരുത്. കുറുക്കു വഴികൾ മലിനമാണ്. നേരായ വഴികൾ വെളിച്ചത്തിൻ്റെ പാതയാണ്, അതിലൂടെ സഞ്ചരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.